സാറിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ 40 വർഷത്തിൽ 25 വർഷവും ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ പ്രത്യേകിച്ച് റോയിലാണ് വർക്ക് ചെയ്തത്. അതിൻ്റെ ഒരു വെല്ലുവിളി എന്തായിരുന്നു? അല്ല, ഏറ്റവും വലിയ വെല്ലുവിളി ഇത് തന്നെ. അതായത് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശത്രുക്കളുടെ അല്ലെങ്കിൽ ടെററിസ്റ്റുകളുടെ അവർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നേരത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. അത് പുറത്തു വിടാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ ചുമതലയും താല്പര്യവും. അപ്പോൾ അത് തമ്മിലുള്ളൊരു യുദ്ധമാണിത്. അത് ഏറ്റവും ബുദ്ധിപൂർവമായിട്ട് അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നമ്മളും ആലോചിക്കുന്നു, അവരും ആലോചിക്കുന്നു. അതിലിപ്പം ടെക്നോളജി വന്ന് വളരെയധികം എല്ലാം മാറിയിട്ടുണ്ട്. പക്ഷേ ഇതിന് 2 ആസ്പെക്റ്റാണ്. ഒന്ന് ഹ്യൂമൻ എന്ന് പറയാം, അതായത് നമ്മുടെ മനുഷ്യരെ കൊണ്ടുള്ള വ്യക്തിപരമായ കോൺടാക്റ്റിലൂടെ കിട്ടുന്ന ഇൻ്റലിജൻസ്, മറ്റേ ടെക്നിക്കൽ ഇൻ്റലിജൻസ്. ഞങ്ങളെപ്പോലുള്ള പഴയ ആൾക്കാർക്ക് ആ ഹ്യൂമൻ്റാണ് പ്രധാനം. അതായത് മനുഷ്യരെ കോൺടാക്റ്റ് ചെയ്ത് അവരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി, കുറേയൊക്കെ അവരുടെ കഴിവുകളും പിഴവുകളും മനസ്സിലാക്കി അതിൽ വാസം പറഞ്ഞ് മുതലെടുത്ത് രാജ്യത്തിന് വേണ്ടി അവരുടെ പിഴവുകൾ മുതലെടുത്തുകൊണ്ട് വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇൻ്റലിജൻസ് കളക്ഷൻ്റെ ഒരു ക്ലാസിക് പാറ്റേണായിട്ട് ഞങ്ങളൊക്കെ പഴയ ആൾക്കാർ കഴിയപ്പെടുന്നു. ഇപ്പോൾ ഈ ടെക്നോളജി വന്ന കാരണം അതിനൊന്നും വലിയ പ്രാധാന്യമില്ലെന്ന് തോന്നുന്നു.